കപ്പലുണ്ട്. എടാ കുറച്ച് ആടാ. ആകെ 10 രൂപയ്ക്ക് വാങ്ങിച്ചുള്ളൂ. കുറെ നേരമായിട്ട് അണ്ടിയും കഴിച്ചോണ്ടിരിക്കാനല്ലേ ഇവിടെ പുതുവടിയും കൊണ്ടുപോയി വരുവാടേ അവള്. നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ. അവള് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് വന്നില്ലെങ്കിൽ എന്താണ് എൻ്റെ പ്ലാൻ എന്ന് എടാ വരാതെ ഒന്നും ഇരിക്കുകയൊന്നുമില്ല. അത് പിന്നെ ഉള്ള കാര്യം നീ ടെൻഷൻ ആക്കാതെ അറിയാം. നമുക്ക് പറയാൻ പറ്റില്ല അവളുടെ കാര്യമാണ്. അത് ഞാൻ അപ്പം നോക്കിക്കോളാന്ന്. ഞാൻ പറയണതേ ഒന്നില്ലെങ്കിൽ നീ ഒന്നും ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കണം. എന്നിട്ട് നീ കല്യാണം കഴിക്കണം. എന്നിട്ട് ആ പെണ്ണിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി എടുക്കണം, വൈബിങ് വിത്ത് വൈഫ് എന്നും പറഞ്ഞുകൊണ്ട്. അതെ, എനിക്ക് ചാരു നിനക്ക് സെറ്റായില്ല എന്നാൽ നീ ഇതേപോലെ ചെയ്യോ? എടാ ചാരുവിനെ പോലെ അല്ല അവന്തി. ചാരു എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് കുട്ടി, അവന്തി എന്ന് പറഞ്ഞാൽ വേഗിടി. ഈ ചാരുവിന് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമുണ്ട്, അവന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കില്ല. അത് എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടോ. നിനക്ക് അതിന് ബോധം ഉണ്ടാണ്. ഇങ്ങനെ നീ അവളെ കളിയാക്കി വല്ല പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഒന്നും ഈ വിളയില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊന്നളെ നിന്നെ. മുക്കുവോ? ആ മുക്ക് ഒന്ന് മുക്കി നീ ഇറങ്ങി വണ്ടി നീ ആര് ദേഹത്ത് തുറന്നത്? നീ ആര് എടാ വണ്ടി ഇറങ്ങണം. നിന്നെ മുക്കി കൊന്നു കാണിച്ചാൽ സമയമില്ല. മനസ്സില്ല മനസ്സില്ലെങ്കിൽ നീ പറ. ഞാനാണോ പറയണ്ടത്? നീ പറ. നിന്റെ കാര്യം നീ പറ. അത് പിന്നെ ശ്യാമ, നീ ഇനി വേറെ കല്യാണമൊന്നും നോക്കണ്ട. അയ്യോ എന്നാ ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിന്നു. അതല്ല, പിന്നെ നമ്മൾ തമ്മിൽ ഓക്കെയാണ്. അല്ല നമ്മൾ തമ്മിൽ എന്തോ ഓക്കെയാണ്. ശ്യാമ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. ഞാൻ എൻ്റെ രീതിയിലേ പറയത്തുള്ളൂ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. എനിക്ക് ഓക്കെയാണ് നമ്മുടെ കാര്യം. പിന്നെ എന്ന് വന്ന് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ വന്ന് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് പുറമെ നോക്ക്, എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മുടെ കല്യാണം ഉണ്ടാവത്തുള്ളൂ. ഇതൊന്നും ഇപ്പൊ പറ്റത്തില്ല. ശരി എന്നാ. ഇപ്പൊ പറ്റത്തില്ല. ശരി ശരി. കെട്ടിപ്പിടിച്ച് അവളത് ഓക്കേന്നല്ലേ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ? നിന്റെ അടുത്ത് ഓക്കെ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞില്ലടാ. കെട്ടിപ്പിടിച്ചിട്ട് വേടാ അളിയ ഓക്കെ. കാര്യമായിട്ട് വിളിച്ചു ചോദിച്ചോക്കടാ. അവൻ അത്ര എത്തി.